ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈന, ഹോങ്കോങ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ് മോർണിംഗിൽ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ്. പക്ഷേ ഡൗ ജോൺസ് ഇൻഡെക്സ് മാത്രമാണ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം, പാലൻറ്ററി സ്റ്റോക്കുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ അനൗൺസ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നോക്കുകയാണെങ്കിൽ നല്ല വൊളാട്ടിലിറ്റി ആയിരുന്നു. വൊളാട്ടിലിറ്റിക്ക് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ റാലി ചെയ്യാണ്. അതുപോലെ തന്നെ അയൺ ഓർ റാലി ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യയിലത്തെ അയൺ ഓർ കമ്പനികൾക്കൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കോപ്പറാണ് വീണ്ടും റാലി ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $2,890 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ റുപ്പി വീണ്ടും പുതിയ ലോ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ അനൗൺസ്മെൻറ്റുകളൊന്നും വരാതിരിക്കുക, അതുപോലെ തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്ത അനൗൺസ്മെൻറ്റുകൾക്ക് വിഡ്രോ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാര്യമായിട്ട് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അനൗൺസ്മെൻറ്റുകളൊന്നും തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ന് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷനാണ്. 10 മണിക്ക് 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇനി 0.5% നിരക്കിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കാം. നേരെ മറിച്ച് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് നെഗറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്തേക്കാം. പക്ഷേ തീർച്ചയായിട്ടും RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ, അതുപോലെ തന്നെ പുതിയ ഗവർണറുടെ ആദ്യത്തെ MPC മീറ്റിംഗ് ആണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം. ഇന്നത്തെ RBI പോളിസി മീറ്റിങ്ങിൽ, മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ ഫിനാൻസ് മിനിസ്റ്ററും പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റേറ്റ് കട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും വരുന്ന ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകളും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതിയോട് കൂടിയിട്ട് നമ്മുടെ Q3 റിസൾട്ടുകളെല്ലാം തന്നെ അനൗൺസ് ചെയ്ത് കഴിയും. അതിനുശേഷം നമുക്ക് Q3 റിസൾട്ടുകളുടെ ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ട് ഏതൊക്കെ സെക്ടറാണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്, ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകൾ മിക്സഡ് ആണ്. തീർച്ചയായിട്ടും Q3 റിസൾട്ട്, അതുപോലെ തന്നെ ഓൺഗോയിങ് ക്വാർട്ടറിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. അതുവരെ ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം Q3 റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകൾ അസസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുക. ഷോർട്ട് മീഡിയം ടൈമിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. എന്നിരുന്നാലും നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക് ഫാളൊന്നും കറണ്ട് ലെവലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതുപോലെ തന്നെ നല്ലൊരു ബഡ്ജറ്റിന് ശേഷമുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, FMCG, ഓട്ടോ, ഈ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.